നിസ്കാരം മുറക്ക് നിർവഹിക്കുമെന്ന് നമ്മൾ കൃത്യമായി പ്രതിജ്ഞയെടുക്കണം. ഒരു തിരക്കിലും നിസ്കാരം കളാക്കരുത്. നിസ്കരിക്കുമ്പോൾ പരമാവധി ശ്രദ്ധയോടെ നിസ്കരിക്കണം, ഖുശൂഅോടുകൂടെ നിസ്കരിക്കണം. നിസ്കാരം ബാത്തിലാക്കരുത്. സുജൂദ് ചെയ്യുമ്പോ നെറ്റിയുടെ മേലെ തലേക്കെട്ടുണ്ടാകാൻ പാടില്ല. ഇപ്പുണ്ടല്ലോ വലിയ തലേക്കെട്ട്. ആ തലേക്കെട്ട് കെട്ടിയാൽ ചിലപ്പോ തലേക്കെട്ടിന്റെ മുകളിലായി പോകും സുജൂദ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. അങ്ങനെ കെട്ടുന്നവര്, ഏത് കെട്ടുന്നവരും ശ്രദ്ധിക്കണം. മുടിയുടെ മേലെയും ആകാൻ പാടില്ല. അപ്പൊ സുജൂദ് ബാത്തിലായി പോകും. സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ വിരലിന്റെ അടിഭാഗം വെക്കണം. അതിങ്ങനെ കൂട്ടിവെച്ചാൽ പറ്റൂല. അതേപോലെ നിസ്കാരത്തിലേക്ക് കടന്നാൽ പാന്റ് ധരിച്ച് അതുപോലെ ഇൻസൈഡാക്കിയ ആളുകളാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. നേരെ മറിച്ച് പാന്റോ മുണ്ടോ ഉടുത്ത് എന്നിട്ടൊരു മുറിയം കുപ്പായിട്ടവരായാലോ പലപ്പോഴും അല്ലാഹു അക്ബർ തക്ബീറിൽ കഴിഞ്ഞാൽ ഇബ്ലീസ് തോന്നിപ്പിക്കും കുപ്പായം ചുളിഞ്ഞിട്ടുണ്ട്. മുന്നിൽ പിടിച്ചൊരു താഴ്ത്തല്, ബാക്കിൽ പിടിച്ചൊരു താഴ്ത്തല്. അത് ഇടക്കിടക്ക് താഴ്ത്തുന്ന കുറെ ആൾക്കാരുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിസ്കാരം ബാത്തിലായി പോകും. അതുകൊണ്ട് തന്നെ അങ്ങനെ കുപ്പായം പിടിച്ച് താഴ്ത്തരുത്. നിസ്കാരം കഴിയുന്നവരെ ചുരുണ്ടിട്ടവിടെ കിടന്നോട്ടെ. അതിന്റെ ഇടയ്ക്കിപ്പാരും വെങ്കട്ടും കൊണ്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലിടക്ക് കൈകൊണ്ട് കളിക്കരുത്. അതേപോലെ മറ്റു കാര്യങ്ങളും കൈകൊണ്ട് ചെയ്യരുത്. അടക്കത്തോടെ ഒതുക്കത്തോടെ നിസ്കരിക്കണം, ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അതേപോലെ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കണം, എന്നാൽ ഭക്തി കിട്ടും. അതുപോലെ മറ്റ് വിഷയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിസ്കാരത്തിലേക്ക് കടക്കാൻ നോക്കണം. ശൈത്താൻ, ഇന്ന് രാവിലെ ഞാൻ മുത്തഅല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്ന സമയത്ത് ഓതിക്കൊടുത്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഉറക്കെ കൊടുത്തോളൂ. എവിടെയെല്ലാം ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അവിടെയുള്ള വസ്തുക്കളെല്ലാം നിനക്ക് സാക്ഷി പറയാനുണ്ടാകും. അതേപോലെ നബി തങ്ങൾ പഠിപ്പിച്ചു, അതേ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ശൈത്താൻ ഓടിക്കളിയും, നിന്ദ്യനായി ഓടിക്കളിയും. ബാങ്ക് കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും അവൻ ഓടിക്കളിയും. ഇഖാമത്ത് കഴിഞ്ഞാൽ വീണ്ടും ശൈത്താൻ തിരിച്ചു വരും. നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ ശൈത്താൻ വന്ന് മനസ്സിൽ പലതും തോന്നിപ്പിക്കും. ഉദ്കുറുക്കഥ, അതോർമ്മിക്കൂ ഇതോർമ്മിക്കൂ, അങ്ങനെ പലതും